ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാരമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു 6-7 വയസ്സ് വരെ ആ കുഞ്ഞുമോളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായിരുന്നുള്ളൂ. പിന്നെയെല്ലാം തീക്ഷ്ണമായ പരീക്ഷണങ്ങളാണ്, പരിഭ്രാന്തിയാണ്, പ്രയാസങ്ങളാണ്, വിഷമങ്ങളാണ്. നമ്മൾ പറഞ്ഞല്ലോ ചില ഘട്ടങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞു വെച്ചത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമുണ്ടായി. ഫാത്തിമ മോളെ അലിയാർക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അലിയാര് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഞാൻ എങ്ങനെയാണ് ഫാത്തിമ മോളെ നിക്കാഹ് ചെയ്യാ? ഫാത്തിമ മോൾക്ക് മഹർ കൊടുക്കാനുള്ള പണം പോലും എന്റെ കയ്യിലില്ലല്ലോ. ഇതായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. കേൾക്കണേ, നമ്മൾ വിവാഹങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്ന കാലം, സമ്പത്ത് ധാരാളം ദൂർത്തടിക്കുന്ന കാലം, വിവാഹത്തോടനുബന്ധിച്ച് പണം ചെലവഴിക്കുന്നതിന് ദൂർത്തടിക്കുന്നത് ഉമ്മത്ത് ഒരു മടിയും കാണിക്കാത്ത കാലം. കേൾക്കണേ, സയ്യിദുനാ അലി. ആരാണ് അലി? അലിയാരെ നിങ്ങളുടെ പരിചയമുണ്ടല്ലോ. തൽക്കാലം അതൊന്നും അതേപോലെ പരിചയിൽ കണ്ട യുദ്ധത്തിന് ആവശ്യമാ. നിങ്ങളുടെ പടയെങ്കി ഉണ്ടല്ലോ. 4 സാധനമല്ലേ നിങ്ങളുടെ കയ്യിലുള്ളത്? ഒന്ന് വാള്, മറ്റൊന്ന് കുതിര, മറ്റൊന്ന് പരിച. അതേപോലെ പടയെങ്കി അലിയാരെ വാളും പരിചയും കുതിരയും യുദ്ധത്തിന് ആവശ്യമാ. ശത്രുക്കൾ മദീന ഇരച്ചു കയറാനൊരുങ്ങുമ്പോ അവരെ പ്രതിരോധിച്ചു നിർത്തേണ്ടി വരും അലിയാരെ. അതുകൊണ്ട് അത് 3 വിൽക്കണ്ട. പക്ഷേ നിങ്ങളുടെ അങ്കിയില്ലേ, അതൊന്ന് വിറ്റേക്ക് അലിയാരെ. അങ്കി വിറ്റിട്ട് ഫാത്തിമ മോൾ വസ്ത്രം വാങ്ങാനും മഹർ കൊടുക്കാനുമുള്ള പണം കണ്ടെത്തണമെന്ന് മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ലോക നേതാവായ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്ത്രീകളുടെ സ്വർഗ്ഗ നേതാവായ ഫാത്തിമ മോൾ റളിയല്ലാഹു അൻഹക്ക് മഹർ കൊടുക്കാനുള്ള പണം കണ്ടെത്തിയത് തന്റെ അങ്കി വിറ്റായിരുന്നുവെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അങ്ങനെ അങ്കി വിറ്റിട്ട് മഹറിനുള്ള പണം കണ്ടെത്തുകയാ. ഫാത്തിമ മോൾക്കുള്ള ഡ്രസ്സ് വാങ്ങാനുള്ള പണം കണ്ടെത്തുകയാ. അങ്ങനെ അതാ വിവാഹം മംഗളമായി നടക്കുകയാ. സ്വഹാബികൾ പോലും കരഞ്ഞുപോയി. ലോക നേതാവിന്റെ പൊന്നമോരുടെ വിവാഹത്തിന്റെ ദിവസം നിങ്ങൾ ആലോചിക്കണേ, ഇന്ത്യക്കാർ മുഴുവൻ 5000 കോടി പൊടി പൊടിച്ചൊരു വിവാഹം കണ്ടവരാ. 5000 കോടി പൊടി പൊടിച്ച വിവാഹം കണ്ടവരല്ലേ ഇന്ത്യക്കാർ. എന്നാൽ നിങ്ങൾ ആലോചിക്കണം, ആരാ? ഇന്ത്യയിലെ പണക്കാരന്റെ മകളുടെ വിവാഹമല്ല ഇത്. പിന്നെ ആരുടെ? ലോക പണക്കാരന്റെ മകളുടെ വിവാഹമല്ല. പിന്നെ ആരാൻ? തല്ലദീ ലൗലാക മാ ഖുലിഖ ഇംറഅൻ കല്ലാ വലാ ഖുലിഖൽ വറാ ലൗലാക. അങ്ങില്ലെങ്കിൽ ലോകത്തിന് ജന്മമില്ലെന്ന് ഗോൾകൊണ്ട നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇത് ലോക നേതാവായ പുണ്യനബിയുടെ പ്രിയപ്പെട്ട മകളുടെ വിവാഹമാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വിവാഹത്തിന്റെ ദിവസം ഡ്രസ് അണിഞ്ഞത് കണ്ട പലരും കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നമോരുടെ വിവാഹത്തിന്റെ ദിവസം അത്രമാത്രം ലളിതമായിരുന്നു എന്നർത്ഥം. വിവാഹം നടക്കുകയാ. ഫാത്തിമ മോൾ റളിയല്ലാഹു അൻഹ അലിയാരുടെ ഭാര്യയായി ചമഞ്ഞു പുറപ്പെടുകയാ.